ഇന്നത്തെ ചോറിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ വടി അരിയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി കുക്കറിൽ അങ്ങ് ഇട്ടാൽ പെട്ടെന്ന് ചോറങ്ങ് ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇന്ന് കുക്കറിലാണ് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ റൈസ് കുക്കറിലാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കുക്കറിലോട്ട് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഒരു വെള്ളരി ഇരുന്ന് കേട്ടോ, വെള്ളരിയല്ല മത്തൻ. അപ്പോൾ ഈ ഒരു മത്തൻ വെച്ചിട്ട് ഒരു പകുതി എടുത്താൽ മതി. മത്തനും വൻപയറും കൂടെ ഇട്ട ഒരു കറി. അപ്പോൾ വൻപയർ ഞാൻ നന്നായിട്ട് കഴുകി കുക്കറിൽ കുറച്ച് വിസിലൊന്ന് കേൾപ്പിക്കും. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ കുതിർക്കാനിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഒരു 3-4 വിസിൽ നമുക്ക് കേൾപ്പിക്കേണ്ടി വരും. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഞാൻ വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ അതിനിടയിൽ ഞാനിങ്ങനെ മുഖത്തുള്ള മരുന്ന്, ഈ പാട് പോകാനുള്ള മരുന്ന് ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഡെയിലി ഇടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇടുന്നതാണേ. പിന്നെ ഞാൻ അരപ്പരക്കുകയാണ്. തേങ്ങ, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ മത്തനും കൂടെ ഈ പയറിൽ കൂടെ ഇട്ട് ചേർത്ത് ഉപ്പും ഇട്ട് ഇളക്കി അടച്ച് വെച്ച് ഒരു 3 വിസിൽ കേട്ടാൽ നമ്മുടെ മത്തൻ കറി റെഡി. പിന്നെ കടുകും കൂടെ വറുത്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ അതുണ്ടാക്കുന്നത്. പിന്നെ നെത്തോലി പൊരിക്കാനായിട്ട് പോവുകയാണ്. നെത്തോലി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത്, അതിൽ കൂടെ കുറച്ച് ഉള്ളി കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ അതുകൂടെ ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് ഉപ്പ്, പിന്നെ നമുക്ക് മുളക് പൊടി നമ്മുടെ എരിക്ക് ആവശ്യത്തിനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും.